ചില ഗ്രാമങ്ങളിൽ ഇന്നും പേടിയോടെയും അത്ഭുതത്തോടെയും മാത്രം പറയുന്ന ചില ഐതിഹ്യങ്ങളുണ്ട്. അതേപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ സ്പൈനിലൂടെ ഒരു തരം മരിപ്പങ്ങ് തോന്നും. അതെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചാത്തനേറിനെ പറ്റിയാണ്. പലരും പറഞ്ഞിരുന്നത് ചാത്തൻ ശിവന്റെ അനുചരൻ എന്നാണ്. പക്ഷേ പണ്ടു മുതലേ മനുഷ്യരുടെ അധാർമിക പ്രവർത്തനങ്ങൾ സഹിക്കവയ്യാതെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ് ചാത്തൻ. ചാത്തൻ ആളുകളെ കൊല്ലുകയല്ല ചെയ്തിരുന്നത്, തെറ്റ് ചെയ്തിരുന്നവരെയെല്ലാം ഭയപ്പെടുത്തിയായിരുന്നു അവൻ ശിക്ഷിച്ചിരുന്നത്. രാത്രിയിൽ അദൃശ്യമായ കൈകളോടെ വന്ന് കഴുത്തിന് പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നു. അതുപോലെ ചുവന്ന തിളക്കമുള്ള കണ്ണുകളാൽ അദൃശ്യനായി വന്ന് ആളുകളെ പേടിപ്പിക്കാൻ. ഇതുപോലുള്ള ചെറിയ ചെറിയ കുസൃതികളായിരുന്നു അവന്റെ വിനോദം. ചാത്തനേറ് ഇത് വെറും പൊടിയോ അതോ പിശാചിന്റെ ശക്തിയോ? അളവറ്റ കണക്കറ്റ സമ്പത്ത് ഇതിലൂടെ ലഭിക്കുന്നുണ്ടെങ്കിൽ ഒരാളുടെ ജീവിതം അല്ലെങ്കിൽ അയാളുടെ തലമുറ അതിനുവേണ്ടി ത്യജിക്കപ്പെടുന്നുണ്ട് എന്ന സത്യം നിങ്ങൾക്കറിയാം. വളരെ പെട്ടെന്ന് സമ്പന്നരാകുന്നവർ അവർ കഠിനാധ്വാനം മൂലമല്ല, ചാത്തനേറ് കൊണ്ടാണ് സമ്പന്നരാകുന്നതെന്ന് പണ്ടത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നു. ഇപ്പോഴത്തെ ആളുകളും അത് വിശ്വസിക്കും. ഇതിനൊപ്പം തന്നെ മറ്റൊരു ഭീകര സത്യം കൂടി ഒളിഞ്ഞിരിക്കും. ആദ്യകാലത്ത് ചാത്തനേറ് കിട്ടിയാൽ സമ്പത്തവും സമൃദ്ധിയും അതുപോലെ സുഖവും കുമിഞ്ഞുകൂടും എന്നായിരുന്നു ആളുകളുടെ വിശ്വാസം. ഇതിന് പ്രത്യുപകാരമായി ചാത്തൻ ചോദിക്കുന്നതെന്തോ അത് നമുക്ക് കൊടുക്കേണ്ടി വരും. അതൊരു പക്ഷെ ഒരാളുടെ ജീവനാണെങ്കിൽ അങ്ങനെ. അതുകൊണ്ട് തന്നെ ഈ ചാത്തനേറ് കിട്ടിയവരെല്ലാം അതിൻ്റെ ഭയം കൊണ്ട് അത് നിലനിർത്തി പോരാൻ പറ്റാതെയാവുന്നതും ഒരുപാട് കഥകളായി നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സമ്പത്തിന് പിന്നാലെ രഹസ്യമായ മരണവും പ്രശ്നങ്ങളും ഒരുപാടുണ്ടാകും എന്ന് മറ്റുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് പാലക്കാട് ഒരു ഗ്രാമത്തിൽ ഒരു ദരിദ്ര കർഷകനുണ്ടായിരുന്നു. അയാൾ ഒരു ദിവസം കാവിനടുത്തേക്ക് പോകുന്ന വഴി ഒരു പിടി പൊടി കണ്ടെത്തി. അയാൾ അത് കയ്യിലേക്ക് എടുത്തതും അത് സ്വർണമായി തീർന്നു. പിന്നീടാണ് മനസ്സിലായത് അയാൾക്ക് ചാത്തനേറ് കിട്ടിയതാണ്. അതിൽ പിന്നെ അയാൾ വളരെ പെട്ടെന്ന് സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കാൻ ആരംഭിച്ചു. വളരെ പെട്ടെന്ന് ദരിദ്രനിൽ നിന്നും ധനികനായ അയാൾ മാറി. ഭൂമി, വസ്തുക്കൾ, പശു, സമ്പൽ സമൃദ്ധിയോടെ ആ കർഷകൻ ജീവിതം തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം വളരെ പെട്ടെന്നാണ് അയാളുടെ മൂത്ത മകൻ മരണമടഞ്ഞത്. അതിൽ പിന്നെ വീടൊരു ശ്മശാനമായി തീർന്നു. എങ്ങും രോഗവും ദുരിതവും എല്ലാം അയാളുടെ കുടുംബത്തെ വേട്ടയാണ്. പിന്നീടാണ് നാട്ടുകാർ പിറുപിറുക്കാൻ തുടങ്ങിയത്. അവന് കിട്ടിയത് ചാത്തനേറായി. അന്ന് ചാത്തനേറിലൂടെ അവന് കിട്ടിയതിൻ്റെ എല്ലാം വില ഇന്നവൻ കൊടുക്കുകയാണ് എന്ന ഗ്രാമക്കാർ വിശ്വസിച്ചു പോകും. ഇന്നത്തെ കാലത്ത് ഇതെല്ലാം അന്ധവിശ്വാസമാണെന്ന് ശാസ്ത്രം തന്നെ തെളിയിക്കും. എങ്കിലും അന്നത്തെ ആളുകൾ, എന്തിനേറെ ഇന്നത്തെ ആളുകൾ, ഒരുപാട് പേർക്കും ഇതെല്ലാം വിശ്വാസമാണ്, പേടിപ്പെടുത്തുന്ന ഒരു കഥയുമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ചാത്തനേറ്? എത്ര ധനം കുമിഞ്ഞു കൂടിയാലും ജീവന്റെ വില പകരം കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമോ ആ ചാത്തനേറ്? കമന്റ്. അടുത്ത കഥയുമായി ഞാൻ വീണ്ടും വരാം. ഇപ്പോ ലെറ്റ്സ് സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ സിംബു. ബൈ.